കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്കുള്ള യാത്രയുടെ ഡേ 5 ഞങ്ങളുള്ളത് മധ്യപ്രദേശിലാണ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ഹരി ആൻഡ് അതുല്യ. കേരള ടു അരുണാചൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് നടന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം പറയാമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഞങ്ങൾക്ക് UP-യിലുള്ള മിർസാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അവിടെ ഒരു ഹോട്ടലിൽ വിളിച്ച് നമ്മൾ റൂമും ഓക്കെ ആക്കി. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടനെ തലവേദന നല്ല രീതിയിൽ കൂടി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം തിരക്കുള്ളൊരു കടയുടെ ഫ്രണ്ടിൽ നിർത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയ സമയത്ത് തൊട്ടടുത്ത ഹോട്ടലിൽ ഇരുന്നൊരു പുള്ളി വന്ന് ചേട്ടനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഇപ്പം സംസാരിച്ചിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് നേരമായപ്പോൾ ഞാനും കൂടെ അങ്ങോട്ട് ചെന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനും പിന്നെ കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം ചോദിച്ചത് ഡൊമിനാറിൻ്റെ സ്പോൺസർഷിപ്പിൽ യാത്ര വന്നതാണോ എന്നാണ് ചോദിച്ചത്. കേരള വണ്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളും പ്രൊഫഷനും ഞങ്ങൾക്ക് യാത്രയോടുള്ള ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് ഫുഡ് ഓഫർ ചെയ്തു. ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 കോഫി മേടിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അങ്ങോട്ട് ഹോട്ടലുകളൊന്നുമില്ല, കാരണം ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് മിർസാപൂരിലേക്ക് ഇനിയും 100 കിലോമീറ്റർ ഉണ്ട്. ഹോട്ടലുകളില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങോട്ടുള്ള റോഡും വളരെ മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഹോട്ടലിൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു റൂം അറേഞ്ച് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഒരു AC റൂമാണ് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. പണി നടക്കുന്നൊരു ഹോട്ടലാണ്. വളരെ കുറച്ച് റൂമുകൾ മാത്രമേ അവിടെ ഉള്ളൂ. എന്നാലും നല്ല വൃത്തിയുള്ളൊരു AC റൂമാണ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട് UP-യിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം മധ്യപ്രദേശിലാണ്. ബിസിനസ് റിലേറ്റ് ചെയ്ത കാര്യത്തിലാണ് അദ്ദേഹം അവിടെ വന്നത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അദ്ദേഹത്തിന് കേരളത്തിലുള്ള ആളുകളെ പറ്റിയും നമ്മളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയും വളരെയധികം മതിപ്പാണ് ഉണ്ടായത്. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ യാത്ര സ്പോൺസർ ചെയ്യാമെന്ന് വരെ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങളത് സന്തോഷപൂർവ്വം നിരസിച്ചു. എന്നിട്ട് ഞങ്ങൾ അന്ന് രാത്രി അവിടെ തങ്ങി. അപ്പോൾ അവിടുന്ന് നമ്മൾ അതിരാവിലെ തന്നെ അദ്ദേഹത്തിനെ കണ്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമ്മൾ നേരിട്ട പ്രധാന പ്രശ്നം നമുക്ക് താമസിക്കാൻ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതിരാവിലെ ഞങ്ങൾ ബീഹാറിലൊരു സ്ഥലത്ത് റൂം ബുക്ക് ചെയ്തു. ഒരു റിസോർട്ട് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പം ബീഹാർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെഫ്റ്റ് ഇഷ്യൂസ് ഉള്ളതും സേഫ്റ്റി കൺസേൺ ഉള്ളതുമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലഗേജിൻ്റെയും വണ്ടിയുടെയും ഞങ്ങളുടെയും സേഫ്റ്റി നോക്കി ഞങ്ങൾ ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തത്. അവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ചായക്കട കണ്ടു. അവിടെ നിർത്തി ഞങ്ങൾ ചായ കുടിച്ചു. നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. അവിടെയും നമുക്ക് മൺകപ്പിലാണ് ചായ തന്നത്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മളുള്ളത് UP-യിലാണ്. അപ്പം ഞങ്ങൾക്ക് വന്ന വഴിയിൽ നിന്ന് മനസ്സിലായത് രാത്രി യാത്ര ചെയ്യാനായിട്ട് സേഫ് ആയിട്ടുള്ള റോഡല്ല ഇത്. കാരണം നല്ല കർവി ആയിട്ടുള്ള റോഡിൽ അവിടെയൊക്കെ ടാർ ഇളകി കിടക്കുന്ന ഒരു തരത്തിലുള്ള വഴിയാണിത്. അപ്പോൾ ഇന്നലെ നമ്മൾ അദ്ദേഹത്തിനെ കാണാനിടയായതും അവിടെ തങ്ങാൻ പറ്റിയതും എന്തുകൊണ്ടും നല്ലതായി എന്ന് തോന്നി. ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.